ഈ കോവിഡ് കാലത്ത് ഈ സാധാരണക്കാരായ കോടിക്കണക്കിന് ജനങ്ങൾക്ക് ആശ്വാസം നൽകിയതായിരുന്നു ഈ സൗജന്യ റേഷൻ. അത് ഇനിയും 5 വർഷത്തേക്ക് കൂടി നീട്ടുമെന്ന് നരേന്ദ്രമോദി പറയുകയാണ്. അതോടൊപ്പം തന്നെ പുതിയ പദ്ധതികളും വരുന്നുണ്ട്. ഈ പണം നേരിട്ട് ഈ നമ്മുടെ ഭക്ഷ്യസാധനങ്ങളുമായി ബന്ധപ്പെട്ട പണം നേരിട്ട് അക്കൗണ്ടുകളിൽ തന്നെ വരുമെന്നും മോദി സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ചില പദ്ധതികൾ വരുന്നുണ്ടല്ലോ, പ്രഖ്യാപനങ്ങൾ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ജനങ്ങൾ, അതോടൊപ്പം തന്നെ ഏറ്റവും മറ്റൊരു ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇപ്പോൾ പുതിയൊരു SBIയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിൽ 10 വർഷം മുൻപ് 21% ഇന്ത്യയിൽ ദാരിദ്ര്യ രേഖയിൽപ്പെട്ടവരുടെ കണക്ക്, പട്ടിണി കിടക്കുന്നവരുടെ കണക്ക്. അതിപ്പോൾ വെറും 4% ചുരുങ്ങിയിട്ടുണ്ട്. ഇത്തരം പദ്ധതികളല്ലേ ഈ പട്ടിണിയിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെ കുറെ പദ്ധതികൾ ഇതുവരെ പാവപ്പെട്ടവരെ ഒരുപാട് സഹായിച്ചിട്ടുള്ള പദ്ധതികൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. വീടായിക്കോട്ടെ, ഭക്ഷണമായിക്കോട്ടെ, ന്യൂട്രീഷൻ, അങ്ങനെ പല രീതിയിൽ, ആരോഗ്യപരമായിക്കോട്ടെ പല പദ്ധതികളും ജനങ്ങൾക്ക് വളരെ ക്ഷേമം നൽകുന്ന പദ്ധതികളാണ്. പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹം ഉള്ളൊരു അനുഗ്രഹം കിട്ടും പോലെയാണ് ആ പദ്ധതികൾ വരുന്നത്. അപ്പൊ അങ്ങനത്തെ പദ്ധതികളൊക്കെ വരുമ്പോൾ ജനങ്ങൾക്ക് വീണ്ടും ഈ സർക്കാരിനോടുള്ളൊരു പിന്നെ ഒരു എന്താ പറയുക, സ്നേഹം കൂടുകയാണ്. വേറൊന്നും കൊണ്ടല്ല, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കാൻ സന്നദ്ധത കാണിക്കുന്ന ഒരു സർക്കാരിനെ എന്തുകൊണ്ടും ജനങ്ങൾ അംഗീകരിക്കുമല്ലോ. അപ്പൊ അതിനകത്ത് ഇപ്പം ഭക്ഷ്യധാന്യത്തിന്റെ കാര്യം തുടക്കത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് പട്ടിണി രേഖ. കാരണം നമ്മുടെ ഇന്ത്യ എത്രത്തോളം വികസിച്ചു എന്ന് പറയുമ്പോഴും സാമ്പത്തികമായി മുന്നേറി എന്ന് പറയുമ്പോഴും എല്ലാ രാജ്യങ്ങളും കാണിക്കുന്നത് കോടിക്കണക്കിന് ജനങ്ങൾ ഇന്ത്യയിൽ പട്ടിണി കിടക്കുന്നു, നിങ്ങളുടെ ശതമാനം നോക്കും 125 പേരും പട്ടിണി ഇപ്പോഴും അനുഭവിക്കുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങളാണ് ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും, ചില സംഘടനകളുടെ ഭാഗത്തു നിന്നും, അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടാകുന്നത്. അതിൽ ഇത്തരം സൗജന്യ പദ്ധതികളിലൂടെ എല്ലാവർക്കും അവരുടെ കൈകളിൽ ധാന്യങ്ങൾ എത്തുന്നു. അതുകൊണ്ട് ആണല്ലോ ഈ പട്ടിണിക്ക് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞത്. പക്ഷെ അതിനകത്ത് വേറെ വസ്തുത നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. KYC, നോ യുവർ കസ്റ്റമർ എന്നുള്ളൊരു സാധനം എല്ലാവരും അങ്ങനെ കൃത്യമായിട്ട് പാലിക്കാറില്ല. കാരണം എവിടെ സൗജന്യം കിട്ടുന്നു, നമ്മളിവിടെ കേരളത്തിൽ പോലും കണ്ടതല്ലേ, അനർഹമായ കാര്യങ്ങൾ കൈപ്പറ്റാനുള്ളൊരു വ്യഗ്രത എന്നും മനുഷ്യർക്കുണ്ട്. ആ ഒരു സാധനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നടപ്പിലാക്കപ്പെടുന്നത് റേഷൻ സംവിധാനത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അനർഹർ ഒരുപാട് വന്നു ഒരു മേഖലയാണ്. പക്ഷെ സ്വാഭാവികമായിട്ടും അത് അങ്ങനെ തന്നെയാണ്. റേഷൻ ധാന്യങ്ങൾ മറച്ചു വിൽക്കാനായിട്ട് കരിഞ്ചന്തകളും ധാരാളമായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഈ മറച്ചു വിൽക്കലുകളും അല്ലാതെ അനർഹർ കൈപ്പറ്റാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ ഉത്തരവുണ്ടായിരുന്നു, മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന്. അപ്പം കേന്ദ്ര സർക്കാർ അതിന് മുൻകൈ എടുത്തു. സംസ്ഥാനങ്ങളെല്ലാം ഇപ്പം മസ്റ്ററിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 95% കേരളത്തിൽ പൂർത്തിയായിട്ടുണ്ട്. മസ്റ്ററിംഗ് നടപ്പിലാക്കുന്നതോടെ അനർഹമായിട്ടുള്ള ആൾക്കാർ റേഷൻ വാങ്ങിക്കുന്നത് ഒഴിവാകും. അതുപോലെ എന്ന് വെച്ചാൽ ഈ അനർഹർ എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ട് എല്ലാവർക്കും റേഷൻ അർഹതപ്പെട്ടതാണ്. പക്ഷെ ഒരു വിഹിതമാണ് അവർക്ക് കൊടുക്കേണ്ടത്. ഈ വിഹിതത്തിന്റെ കണക്കനുസരിച്ചാണ് ഇവരെ എങ്ങനെയാണ് മുൻഗണനാക്രമത്തിൽ അവർക്ക് ഓരോ കാർഡുകൾ നിശ്ചയിച്ചിരിക്കുന്നതൊക്കെ ഈ അർഹതയുടെ കണക്കുകൾ പെടുത്തിയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ വീടുള്ളവർ, 4 ചക്ര വാഹനങ്ങളുള്ളവർ, ഇങ്ങനെയൊക്കെ സർക്കാർ ജോലിക്കാർ, ഇവർക്കൊക്കെ നിശ്ചിത വിഹിതമുണ്ട്. ഈ വിഹിതത്തിന് അപ്പുറം വാങ്ങിച്ചു കൂട്ടുന്ന റേഷനെയാണ് നമ്മൾ ഈ അനർഹർ കൈപ്പറ്റുന്നു എന്ന് പറയുന്നത്. അപ്പൊ അവരെ ഇങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ മസ്റ്ററിംഗ് നടത്തുകയും മസ്റ്ററിംഗ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, മസ്റ്ററിംഗിന് വിധേയരായിട്ടുള്ളവരെ കൃത്യമായിട്ടുള്ള റേഷൻ വിഹിതം കൊടുക്കുകയും ചെയ്യും. ഇതോടുകൂടി കൃത്യമായിട്ടുള്ള ഒരു റേഷൻ വിതരണ സംവിധാനം നടപ്പിലാകാൻ ഓൾറെഡി അതങ്ങനെ തന്നെയാണെങ്കിൽ കൂടിയും ചിലയിടങ്ങളിൽ ഈ അനധികൃത നടപടികൾ ഉണ്ടാകുന്നത് കൊണ്ട്, ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ട് മാത്രം അങ്ങനെയുള്ളവരെ ഒഴിവാക്കി കൃത്യമായിട്ടുള്ള വിതരണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഈ KYC ഒക്കെ വരുന്നതോടുകൂടി 80 കോടിയിലേറെ ജനങ്ങൾക്ക് അതിനുള്ള അതിന്റെ ഗുണഭോക്താക്കളാകും. അപ്പൊ അത് വേറൊരു നല്ലൊരു നടപടിയാണല്ലോ. അതുപോലെ തന്നെ റേഷൻ എന്ന് പറയുന്ന ഒരു സാധനം മനുഷ്യന് അത്യന്താപേക്ഷിതമാണെങ്കിൽ കൂടിയും ചിലർക്ക് ഈ അരി കൃത്യമായിട്ട് ലഭ്യമാകാതെ, അല്ലെങ്കിൽ
അരി എത്താതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. കാരണം ഈ ഭക്ഷ്യക്ഷാമം കൊണ്ടായിരിക്കും. ക്ഷാമത്തിൻ്റെതല്ല, അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലയിടങ്ങളിൽ ചില സാധനങ്ങൾ എത്തുമ്പോൾ ഇത് അതിന്റെ ഗുണം നഷ്ടപ്പെട്ട രീതിയിൽ പഴകി പോകുന്നത്. അത് അരിയുടെ നല്ല അരിയാണെങ്കിൽ നമുക്ക് കെമിക്കലൊക്കെ ചേർത്തതാണെങ്കിൽ ഏറെക്കാലം നിൽക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇത് കയ്യിലെത്തിപ്പെടുന്നത് ഫ്രഷ് ആയിട്ടുള്ള സാധനമായില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അതും കൂടി കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാർ ഒരു പുതിയൊരു പദ്ധതിയാണ് ഇപ്പം നടപ്പിലാക്കുന്നത്. ഏറെ സന്തോഷവും നമുക്ക് നല്ല ഒരു ഗുണം കിട്ടുന്ന ഒരു പദ്ധതിയാണ്. അതായത് റേഷന് പകരം പണം എന്നുള്ളത്. അത് അതിനകത്ത് ആശങ്കപ്പെടാനൊന്നുമില്ല. കൃത്യമായിട്ടുള്ള പണം കയ്യിൽ കിട്ടിയാൽ അതിനനുസരിച്ചുള്ള റേഷൻ വിഹിതം നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്നുള്ളൂ. ഒരു ആശാവഹമായ കാര്യമല്ല, അതിനകത്ത് ഇപ്പൊ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഇപ്പൊ ഈ റേഷൻ കാർഡ് ഇവിടെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആർക്കും എവിടെ വേണേലും പോയി റേഷൻ വാങ്ങിക്കാം എന്നുള്ളൊരു സംവിധാനവും മോദി സർക്കാർ വന്ന ശേഷം വന്നതാണ്. അതുപോലെ ഇനി അടുത്തെന്ന് വെച്ചാൽ ലെവലിൽ വരുന്ന വെച്ചാൽ റേഷൻ കടകളിൽ കൂടി പൈസ കിട്ടും, അങ്ങനത്തെ പല കാര്യവും. ഇപ്പൊ ഇതെന്ന് പറഞ്ഞാൽ റേഷൻ അരിവിഹിതത്തിന് പകരമായിട്ട് നമുക്ക് പണം കിട്ടും എന്നുള്ളതാണ്. അപ്പം അടുത്ത സാമ്പത്തിക വർഷത്തോടുകൂടി ഇത് നടപ്പിലാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. അപ്പൊ അതിനകത്ത് പറയുന്നത് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിൽ പണം എത്തും എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അപ്പൊ അതിനകത്ത് മുൻഗണന വിഭാഗങ്ങളെ കൂടുതലായിട്ട് ഇനി പ്രയോറിറ്റി കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ ഈ നല്ല സാധനങ്ങൾ വാങ്ങിക്കാനുള്ള സാധ്യത ആൾക്കാർക്ക്, സാധ്യതയല്ല, ഒരു പൈസ കിട്ടുന്നതോടുകൂടി കുറച്ചുകൂടി നല്ല സാധനങ്ങൾ വാങ്ങിക്കാനും മോശം സാധനങ്ങൾ ഒഴിവാക്കാനും എല്ലാവർക്കും അർഹതയുണ്ടല്ലോ. സൗജന്യമായിട്ട് കിട്ടുന്നത് എന്തും നല്ലതാവണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ സൗജന്യമായിട്ട് കിട്ടുന്നത് കൊണ്ട് എന്തും വാങ്ങിച്ച് കഴിക്കണം എന്ന് പാവപ്പെട്ടവർക്ക് നമ്മൾ അത് അടിച്ചേൽപ്പിക്കുന്നത് തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു സാധനം വളരെ എന്താ പറയാ, നല്ലൊരു നടപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ പദ്ധതി നടപ്പിലാകുന്നതിന്. നമ്മൾ എപ്പോഴും അതിന് എൻ്റെ ഒരു വ്യക്തിപരമായ നമ്മൾ സ്വീകാര്യമായി കാര്യങ്ങൾ നല്ല മനസ്സോടുകൂടി തന്നെ സ്വീകരിക്കണമെന്നാണ്. അതുപോലെ ഈ കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളും അതോടൊപ്പം തന്നെയാണ് പലർക്കും പണ്ട് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഒരാൾക്ക് സഹായം നൽകുന്നു, കേന്ദ്ര സർക്കാരിൽ നിന്ന് സഹായം നൽകുന്നു. ഇത് പല കൈകളിലൂടെ എത്തി അതിന് പ്രയോജനപ്പെടുന്നവർക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു 10% ആ സഹായം കിട്ടുന്നത്. ബാക്കി മുഴുവനും അഴിമതിയുടെ പേരിലും അതോടൊപ്പം തന്നെ മറ്റു വഴിയിലും ഈ പൈസ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഇപ്പോൾ മോദി സർക്കാർ വന്നതിന് ശേഷം തന്നെ കൃത്യമായി ഇത്തരം ആനുകൂല്യങ്ങൾ ബാങ്ക് അക്കൗണ്ട് വഴി നേരിട്ട് നൽകുന്നതിലൂടെ വലിയ രീതിയിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിലാണല്ലോ ഈ റേഷൻ? അതെ, തീർച്ചയായിട്ടും അതേ രീതിയിൽ തന്നെയാണ്, നേരിട്ട് തന്നെയാണ്. ഇപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആധാറും കാര്യങ്ങളും എല്ലാം ഇപ്പൊ ഡയറക്റ്റ് ആയിട്ടാണ്. ഇപ്പം ഒന്നും നമുക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിവാകാൻ പറ്റില്ല. കേന്ദ്ര സർക്കാരോട് നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഹെൽത്ത് കാർഡ് നോക്കിക്കോളൂ. നമ്മുടെ ഏത് ആശുപത്രിയിൽ പോയാലും നമുക്ക് ഹെൽത്ത് കാർഡ് വഴി ചികിത്സ നന്നായിട്ട് ലഭ്യമാകും. അതില്ലെന്ന് പറഞ്ഞ് നിഷേധിക്കാനൊന്നും ആർക്കും പറ്റില്ല. അതുപോലെ തന്നെ റേഷൻ കാർഡില് ഈ പുതിയ വരുന്ന റേഷൻ കാർഡിൽ വരുന്ന മാറ്റങ്ങളും അതുപോലെ റേഷൻ വിതരണത്തിൽ വരുന്ന പുതിയ പദ്ധതികളും ഒക്കെ നമുക്ക് ഇത്തരത്തിൽ പ്രയോജനം ലഭിക്കും. അപ്പൊ അതൊരു പോസിറ്റീവായിട്ട് കാണുക എന്നുള്ളതാണ്. ഇപ്പം പത്രങ്ങളിൽ നമുക്ക് തലക്കെട്ടുകളൊക്കെ കണ്ട് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ലെന്നാണ് പ്രത്യേകം എനിക്ക് എടുത്തു പറയാനുള്ളത്. അതെന്താകും, ഒരു ഡിജിറ്റൽ ഇപ്പം ഒരു റോഡ് പണി നടക്കുന്നു. ആ റോഡ് പണി നടന്നു കഴിഞ്ഞാൽ ആ റോഡ് ഗതാഗത യോഗ്യമാകുന്നു എന്ന് വേണം നമ്മൾ ആശിക്കാൻ. ഒരുപാട് പേരെടുത്ത് ചോദിച്ചപ്പോഴും പിണറായി സർക്കാരിനെതിരെ അതിന് കുറ്റം പറഞ്ഞിട്ടില്ലായിരുന്നു. തിരുവനന്തപുരം ഭാഗത്ത് തിരുവനന്തപുരത്തെ വഴുതക്കാട് ഭാഗത്തൊക്കെ റോഡ് പണി നടക്കുമ്പോൾ അവിടുത്തെ സമീപവാസികളെല്ലാം പറഞ്ഞ് പണി നടക്കട്ടെ, നമുക്ക് നല്ലൊരു റോഡ് കിട്ടും എന്നാണല്ലോ. അതുപോലെ ഓരോ ഇപ്പം ഡിജിറ്റലൈസേഷൻ വരുന്നു. ഗൂഗിൾ പേ വഴിയും പേടിഎം വഴിയൊക്കെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം വന്നപ്പോൾ എല്ലാവർക്കും വളരെ ആശങ്കയായിരുന്നു. പക്ഷെ ഇപ്പൊ ആരും കയ്യിൽ ഒരു പേഴ്സ് പോലും കൊണ്ടു നടക്കാറില്ല. ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അതുപോലെ എല്ലാ പദ്ധതികളും നമ്മൾ ആദ്യം ഒന്ന് ചിലപ്പോൾ പരീക്ഷണ വിധേയരാകേണ്ടി വന്നേക്കാം. പക്ഷെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അത് ഏറ്റവും നല്ല പദ്ധതി ആവുമെങ്കിൽ അതിനെ കൈയടിച്ച് സ്വീകരിക്കുകയാണ് വേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്.